கோபத்துல பந்திருக்கேண்டா நீ மஞ்ச தண்ணி மோண்டு ஊத்துடா தண்ணியில ரொம்ப காலமா தண்ணிலறி வந்து விட்டு கொஞ்சம் பொறுமா റോസ്ന എനർജറ്റിക് പെർഫോമൻസ് ആയിരുന്നു റോസ്ന. ആദ്യമൊക്കെ കക്ഷി മിണ്ടാണ്ടിരുന്നിട്ട് അവസാനം ഒരു ദേഹത്തെ എന്തോ കയറിയ പോലെ ആയിരുന്നു. അടിപൊളി പെർഫോമൻസ്. താങ്ക് യു ചേച്ചി. എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. കുഴപ്പമില്ല. എവിടുന്ന് കിട്ടിയ എനർജി ഒക്കെ? സുധാ മാം. താങ്ക് യു മാം. First, I stood up for your determination to fight back. Thank you, ma'am. Me as a judge, എപ്പോഴും റോസ്ന വരുമ്പോൾ I always used to feel നല്ല കമന്റ്സ് കൊടുക്കണം. I want to tell you that you're such a wonderful dancer. You are fantabulous. You are fantastic. പക്ഷെ ഈച്ച് റൗണ്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് പറയും ക്ലാസിക്കൽ ടച്ച് ഉണ്ടായിരുന്നു. And today you were mind blowing. Thank you, ma'am. Absolutely no words for you. ആരാണ് കൊറിയോഗ്രാഫർ? അഭിലാഷ് മാസ്റ്റർ. അഭിലാഷ് മാസ്റ്റർക്ക് എന്തായി? ഇങ്ങനത്തെ ഒരു കൊറിയോഗ്രാഫി ഫസ്റ്റ് 2 റൗണ്ട്സിൽ എന്താ മിസ് ഔട്ട് ചെയ്തത്? പിന്നെ you have got all good comments and this song suited you so well. Thank you, ma'am. And generally നമ്മളിവിടെ ഡാൻസ് ചെയ്യുമ്പോൾ we only dance. പക്ഷെ ഇന്ന് you dance like a woman possessed. ആക്ച്വലി എനിക്ക് തോന്നിയത് ഇത് റോസ്നല്ല ഡാൻസ് ചെയ്യുന്നത്, ദേവി അകത്ത് വന്ന് റോസ്നെ ഡാൻസ് ഐ തിങ്ക് ഷി മേഡ് യു ഡാൻസ്. അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ് ഞങ്ങൾക്ക് ഇവിടെ തോന്നിയത്. അത്രയും ഒരു ഡിവൈൻ ഫീലിംഗ്. അറ്റ് ദ സെയിം ടൈം വെൻ യു ഫൈനലി കൺക്ലൂഡഡ് ഇറ്റ് വാസ് വെരി കമേഴ്ഷ്യൽ. എ ഗുഡ് നൈറ്റ് മച്ചാ. ദാറ്റ് വാസ് ഓൾസോ സോ ഗുഡ്. താങ്ക് യു മാം. ആൻഡ് താങ്ക് ഗോഡ് ക്ലാസിക്കൽ ടച്ച് ഒക്കെ പോയി. ഇങ്ങനെ തന്നെ ഡാൻസ് ചെയ്യൂ. ഇന്ന് യു കെപ്റ്റ് അവേ ഓൾ യുവർ ഇൻഹിബിഷൻസ്. അതാണ് ഫൈനലി ഡു ഓർ ഡൈ എന്ന സിറ്റുവേഷൻ വരുമ്പോൾ ഇങ്ങനത്തെ പെർഫോമൻസസും ഇങ്ങനത്തെ ഒരു എനർജിയും ഇതൊക്കെ പുറത്തു വരും. ഓക്കെ, യു വാസ് സൂപ്പർ ടുഡേ റോസ്ന. നോ വേർഡ്സ്. താങ്ക് യു സുധാ മാം. ശാന്തി മാസ്റ്റർ. அம்மா தாயே, என்ன ஆட்டம்மா அது. ഒരു 10 ഇല്ല 20 പ്രാവശ്യമെങ്കിലും ഞാൻ സൂപ്പർ നീ അവിടെ ഡാൻസ് ചെയ്തോണ്ടിരിക്കുമ്പോ പറഞ്ഞോണ്ടിരുന്നു അറിയാതെ. കണ്ണാ അത് അമ്മാടി, നാ ഭയന്നിട്ട്. ഫസ്റ്റ് തുടക്കത്തിൽ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നല്ലോ അവന്റെ അടുത്ത് പോയി പറയുന്നത്. എന്താ ഡയലോഗ്? ഇത് മാറ്ററാ? ഇത് എന്തൊരു ഡാൻസ് ആയിരുന്നു, എന്തോ ഒരു എനർജി, സ്റ്റൈലൊക്കെ മാറിപ്പോയിട്ടുണ്ട്. വെരി 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 ഗുഡ്. താങ്ക് യു മാസ്റ്റർ. അത്രയ്ക്ക് സന്തോഷമുണ്ട്. താങ്ക് യു മാസ്റ്റർ. വെരി ബ്യൂട്ടിഫുൾ കൊറിയോഗ്രാഫി. ആ സെയിം അഭിലാഷ് തന്നെ. കൺഗ്രാറ്റുലേഷൻ അഭിലാഷ്. നല്ല കൊറിയോഗ്രാഫി ആയിരുന്നു. മോളും അത് വളരെ ഭംഗിയായിട്ട്, അതായത് പാട്ട് പാടിക്കൊണ്ട് ചില സ്ഥലത്ത് നീ അറിയാതെ മെയിൽ വേർഷനും കൂടി പാടിപ്പോയി. പക്ഷേ சாமியக்க வந்த எங்க கண்ட்ரோல் இருக்கும்? மேலாது ஃபீமேலாது சாமிக்கு ஏது ஜெண்டா അല്ലേ? ഇത് ശരിക്കും ഒരു സാമിയാട്ടം തന്നെ. താങ്ക് യു മാസ്റ്റർ. എനക്ക് അത് ആ സൂലത്തിന് ഓരോരോ ലൈം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയത് ആരെങ്കിലും ശ്രദ്ധിച്ചോ? അല്ലേ? അതൊക്കെ കാണുമ്പോ തമിഴ്നാട്ടിലാണെങ്കിൽ ഇവിടെ 10 പേരെങ്കിലും എഴുന്നേറ്റ് ഡാൻസ് ആടിയേനെ. ഇപ്പൊ എല്ലാം കർപ്പൂരം ദീപാർത്തനൊക്കെ ഇവിടെ ഉണ്ടായിരിക്കും. താങ്ക് ഗോഡ് വി ആർ ഇൻ കേരള. എല്ലാവർക്കും ഒരു കൺട്രോൾ ഉണ്ട്. പക്ഷെ മോൾ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. താങ്ക് യു മാസ്റ്റർ. താങ്ക് യു മാസ്റ്റർ. ചേച്ചി. താങ്ക് യു ചേച്ചി. ചക്രേ എന്താ പറയാ? ഓ എന്താ എനർജി ലെവൽ. ഒട്ടും ഡൗൺ ആവാതെ പക്കയായിട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ഓ ദൈവത്തിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. മോള് ഇവിടെ ആ സൈഡിൽ വന്നിട്ട് ഭസ്മം എറിയുന്നത്, ആ റിയാക്ഷൻസും ആ ഫസ്റ്റിലെ എൻട്രി ശൂലം കൊണ്ട് കുത്തുന്ന ആ ഒരു എനർജി ഉണ്ടല്ലോ, ഭയങ്കര ഹെവി ആയിരുന്നു മോളെ.
ഈ ദൈവത്തിന്റെ കൈ കുടത്തിൽ ഇട്ടിട്ട് ഇങ്ങനെ തളിക്കും, മുകളിൽ നിന്ന് തളിക്കുമ്പോൾ ആ വെള്ളം വന്ന് തലയിൽ വീഴുമല്ലോ. അങ്ങനെയുള്ളവർക്കാണ് ഇങ്ങനത്തെ നല്ല കുറെ വലിയ അനുഗ്രഹങ്ങൾ കിട്ടാന്ന് പറയാം. അത് നമുക്ക് ശരിക്കും ഉണ്ട്. അത് നന്നായിട്ട് യൂസ് ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ്. ഞാൻ ഇപ്പൊ തന്നെ എന്റെ മാർക്ക് വരെയാണ് 10 out of 10. താങ്ക് യു ചേച്ചി. താങ്ക് യു ചേച്ചി. ഫിറോസിന മുട്ട ചേച്ചിയുടെ മാർക്സ് അറിഞ്ഞു. ഇനി ശാന്തി മാസ്. உன்னோட இந்த சாமி ஆட்டத்துக்கு நான் 10 கொடுக்குறேன்னா Thank ஒன்றும் you, பண்ணிட்டேன். master. സുധാ മാം. ആക്ച്വലി റോസ്നന്റെ പെർഫോമൻസ് കഴിഞ്ഞ ഉടനെ ഇവിടെ ദേവികന്റെ അച്ഛനൊന്ന് പറഞ്ഞു. അവർ വിചാരിച്ചു ഞാൻ നോട്ടീസ് ചെയ്തില്ല എന്ന്. സോ കീപ്പിംഗ് ദേവികാസ് ഫാദർ ഇൻ മൈൻഡ്, ഇറ്റ്സ് എ ഡെഫിനറ്റ് 10 on 10 and 30 on 10. Thank you, master. റോസ്ന 30 on 30 ഫുൾ സ്കോർസ് ആണ്. ആദ്യമായിട്ടാണോ ഫുൾ സ്കോർസിൽ നിൽക്കുന്നത്? സന്തോഷായില്ലേ? സന്തോഷം. ഇതുപോലെ തന്നെ നന്നായി പെർഫോം ചെയ്യണം അടുത്ത ലെവലിൽ. എലിമിനേഷൻ ഉണ്ടായതിനു മുമ്പ് ഓൾ ദി ബെസ്റ്റ്. ജോസ്കോ സൂപ്പർ ഡാൻസർ ജൂനിയർ 4 ഇന്നത്തെ എപ്പിസോഡിൽ ഒരു പെർഫോമൻസ് കൂടി ബാക്കിയുണ്ട്. പെർഫോം ചെയ്യാനെത്തുന്നത് കാജലാണ്. കാജലിന്റെ ഹിറ്റ്സ് ആൻഡ് റോക്സ് റൗണ്ട്. പക്ഷേ അതിനു മുമ്പ് ഒരു ബ്രേക്ക് എടുക്കാം. സോ പ്ലീസ് സ്റ്റേ ട്യൂൺ ടു ജോസ്കോ സൂപ്പർ ഡാൻസർ ജൂനിയർ 4.